ശനിയാഴ്ചയോടെ മുഴുവൻ ബന്ദികളുടെയും മോചനം നടന്നില്ലെങ്കിൽ ഗാസ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ റദ്ദ് ചെയ്യണമെന്ന് ട്രംപ്. ബന്ദികളുടെ മോചനം നീട്ടിവെച്ചതായി ഹമാസ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ ധാരണ ഇസ്രായേൽ ലംഘിച്ചു എന്നാരോപിച്ചാണ് ഹമാസ് ബന്ദികളുടെ മോചനം തടഞ്ഞത്. മോചനം നടന്നില്ലെങ്കിൽ സൈനിക നടപടി നേരിടേണ്ടി വരുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിവരങ്ങൾ. കൃഷ്ണപ്രിയ തീർച്ചയായും കൃഷ്ണപ്രിയ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഒരു യുദ്ധ സാഹചര്യത്തിലേക്കാണോ ഇസ്രയേലും ഹമാസും നീങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ ഏറെ ആശങ്കയോടെ ലോകം നോക്കിക്കാണുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ്, വെടിനിർത്തൽ ധാരണ നടപ്പാക്കുകയും ബന്ദികളുടെ മോചനം ഓരോ ശനിയാഴ്ചയും നടപ്പാക്കണമെന്ന ധാരണയിലെത്തുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാത്രിയോടെ ഹമാസ് ഈ ധാരണയിൽ നിന്ന് പിന്മാറുകയായിരുന്നു. പിന്മാറിയത് ഏറെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഇന്നലെ ട്രംപ് മാധ്യമപ്രവർത്തകരോട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞത്, ശനിയാഴ്ചയോടെ എല്ലാ ബന്ദികളുടെയും, നമുക്കറിയാവുന്നതാണ്, ഘട്ടം ഘട്ടമായി ബന്ദികളുടെ മോചനമാണ് ശനിയാഴ്ചകൾ തോറും നടപ്പാക്കുന്നത് എങ്കിൽ ഈ ശനിയാഴ്ച എല്ലാ ബന്ദികളുടെയും മോചനം സാധ്യമായില്ലെങ്കിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദായതായി കണക്കാക്കാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുമാണ് നിലപാട് എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രയേലിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം, സ്വയം പ്രതിരോധിക്കാനുള്ള പരമാധികാരം ഇസ്രയേലിന്റേതാണ് എന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ, അതായത് ഹമാസ് ബന്ദികളുടെ മോചനം വൈകിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും വലിയ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും. ഇസ്രയേൽ ചില വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്ന ഒരു ആരോപണമാണ് ഹമാസ് ഈ കടുത്ത നിലപാടിലേക്ക് നീങ്ങാൻ കാരണം, അല്ലെങ്കിൽ കടുത്ത നിലപാട്, അല്ലെങ്കിൽ ഇത്രയും കരാർ ലംഘനത്തിന്റെ ഒരു സ്വഭാവമുള്ള നിലപാടിലേക്ക് ഹമാസ് നീങ്ങിയത് എന്നാണ് മനസ്സിലാക്കാൻ ഹമാസിന്റെ നിലപാട്. എന്നാൽ ഇത് സംബന്ധിച്ച വിശദീകരണമോ സ്ഥിരീകരണങ്ങളോ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതേസമയം ഇസ്രയേൽ അതിർത്തിയിൽ സൈനിക ശക്തി ശക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിശക്തമായ സൈനിക നീക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ ഒരു സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ നീങ്ങുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഉയർന്നു വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കൃഷ്ണപ്രിയ. ശരി ഐസൺ, ശനിയാഴ്ചയോടെ മുഴുവൻ ബന്ദികളുടെയും മോചനം നടന്നില്ലെങ്കിൽ ഗാസ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ റദ്ദ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.